എന്റെ ഈ പുള്ളിയുടെ പോരണം ഫോട്ടോ എടുക്കണ മകള് വരും മകള് ഞാനാണ് എല്ലാം നീയാണ് മകള് പോടങ്ങി അച്ഛനാണ് പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടാവിക്കണം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം 3 വട്ടം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം രക്ഷിക്കണം മുതലാളി രക്ഷിക്കണം മുതലാളിയുടെ മുഖത്ത് പുച്ച എങ്ങനെയത് ജോലിക്ക് നിന്ന ഞാൻ 3 വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു ഇപ്പോൾ ഞാൻ 6 മാസം ഗർഭിണിയാണ് എന്റെ വയറ്റിൽ വളരുന്ന രാജമോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന് അപ്പോൾ ഞാൻ പറയും നീ മാറി നിൽക്കുന്ന മുതലാളിയാണെന്ന് ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് എടാ ഒന്ന് ആവേശത്തിൽ പറയാം ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞ് മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത് മാന്യന്മാരെ മാറ്റാൻ പറ്റുമോ അങ്ങനെ മാന്യന്മാരെ ആ പറഞ്ഞതുപോലെ നിനക്കൊരു ഫാഷനല്ലേടി നിനക്കൊരു ഫാഷനല്ലേടി രാവുള്ള രാത്രിയിൽ മാവിച്ചുവട്ടിൽ തന്നെ നോക്കി ഞാൻ കാത്തിരുന്നപ്പോൾ മുട്ടും തലയിൽ മുല്ലപ്പൂവും വെച്ച് എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടി അണഞ്ഞ് മന്ദസ്മിതമേ നിന്നെ വാരി പുണരുവാനായി എന്റെ കൈ എല്ലാവരും നോക്കണ്ടോ ഇതിലെ ചേച്ചിയൊക്കെ നോക്കണേ അച്ഛൻ വരും ഞാനാണ് എല്ലാം എന്റെ ശബ്ദം എത്തുന്നു തന്നെ മുതലാളി വിളി കേൾക്കുന്നു ാരൊക്കെ ഞാൻ നിർത്തിയേക്കണേ ഓ ആൽഫ്രഡ് വിൽഫ്രഡ് ഡിസൂസ ഞാൻ പറയുന്നത് പറഞ്ഞ പറയണം ഗോപി അല്ല വന്നതിന്റെ ഉദ്ദേശം 3 വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിർത്തിരുന്ന എന്റെ മകളെ 6 മാസം ഗർഭിണിയാക്കിയ ദുഷ്ട നിന്നോട് ഞാൻ പകരം ചോദിക്കും എന്റെ മോളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് ഒരാൾ പറയണം എന്റെ മോളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് എന്റെ മോളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് കട്ടഹസിക്കുന്നോടാ ദുഷ്ട നിന്ന് അത്തലമുത്ത ദുഷ്ട കട്ടഹസിക്കുന്നോടാ ദുഷ്ട ഇത് ആ പറഞ്ഞത് ഹസിക്കുന്നോടാ ദുഷ്ട ചാടി വീഴുന്നു ചാടുന്നു വീഴുന്നു ചാടുന്നു വീഴുന്നു കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നു അമ്മേ എന്റെ ദൈവമേ നിന്റെ എല്ലാം മുതലാളിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുക മുതലാളി തോക്ക് ഞാൻ തോക്കൂല ഇവൻ തോക്കട്ടെ ഇവിടെ തോക്കെടുക്കാൻ അയ്യോ തോക്കെടുത്തിട്ടില്ല ഇവന്മാര് നാടകം പൊളിപ്പൊളി അവിടെ ഞാൻ കൊണ്ടുതരാം ഞാൻ കൊണ്ടുതരാം ആൾക്കാർ കാണാതെ ഞാൻ കൊണ്ട് തന്നോളാം ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാം ആൾക്കാർ കാണാതെ തോക്ക് ഞാൻ കൊണ്ട് തന്നോളാന്ന് ആര് കണ്ടെത്തി വെടിവെക്കുന്നു അവനാ മരിച്ചു വീഴുന്നു അയ്യോ എന്റെ ദൈവമേ നീ വെടിവെച്ചിട്ട് നീ എങ്ങനെയാണ് നീ മരിച്ചു ഞാൻ മരിച്ചു വീഴാം ആ ചിരിക്കുന്നു മകൻ ഞാനാ മകൻ മകൻ മുതലാളി കൂടെ ജോലിക്ക് നിന്ന് എന്റെ പൊന്നുമകളെ ഗർഭിണിയാക്കിയത് പോരാഞ്ഞിട്ട് അത് ചോദിക്കാൻ വന്ന എന്റെ പൊന്നച്ഛനെ വെടിവെച്ച് വന്ന ദുഷ്ട നീ നശിച്ചു എന്റെ പൊന്നച്ഛൻ ഇത് ഇവിടെ പോയി ഇവിടെ അവിടെ ഉറുമ്പുകടിയെ സഹിക്കു വയ്യാതെ ഇവിടെ നിന്നും മാറി അവിടെ മരിച്ചു കിടക്കുന്ന എന്റെ പൊന്നച്ഛനെ കൊന്ന ദുഷ്ട നീ നശിച്ചു പോകും പെങ്ങളെ സൗവർണികേ പെങ്ങളെ സൗവർണികേ പെങ്ങളെ സൗവർണികേ നിന്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു പോലെ നീ ഒരു ഗർഭിണിയായി കാണുക കുടുംബിനിയായി കാണുക പറയൂ മകളെ ഇത്
ഇതെങ്ങനെ സംഭവിച്ചു? ഹലോ ഹലോ, ഒരു തണുത്ത് മരവിച്ച കറുത്ത രാത്രിയിൽ മുതലാളിയുടെ വീട്ടിൽ ഞാൻ TV കാണാൻ പോയി. ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യയിലും കോമഡി ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് മുതലാളി ഫാഷൻ ചാനലിട്ട് അരുതെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. മുതലാളി കേട്ടില്ല. എന്നെ നിർബന്ധിച്ച് ഫാഷൻ ചാനൽ കാണിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ചേട്ടാ. ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ തെറ്റിയത് ഈ മുതലാളിയല്ല, ഞാൻ പറഞ്ഞില്ല. എന്റെ പൊന്നു പെങ്ങളുമല്ല. ഇവിടെ തെറ്റിയത് ആ ചാനലുകാരാണ്. അതുകൊണ്ട് എനിക്ക് ഈ സമൂഹത്തോട് ഒന്നേ പറയാനുള്ളൂ, ഇനി മേലാൽ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികളെ അടുത്ത വീട്ടിൽ TV കാണാൻ പറഞ്ഞയച്ചാൽ നിങ്ങൾക്കും ഇത് സംഭവിക്കും. സത്യത്തിൽ ഇതാണ് അല്ലെങ്കിൽ ഇതാണ് ഗർഭപാത്രം?